ജിൻഡോയും സിബിനും ഒരു ടീമിൽ, ഒപ്പം അൻസിബയും ജാസ്മിനും. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. വൻ ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. പുതിയ ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീധുവായിരുന്നു. ശ്രീധു ടീമിനെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ബിഗ് ബോസ് തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. ആളെണ്ണം കുറവുള്ള ടീമിനെ പരിഗണിച്ച് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാനാണ് ശ്രീധുവിനോട് ബിഗ് ബോസ് പറഞ്ഞത്. നിലവിലൊരു ടീമിലും ഇല്ലാതെ നിന്നത് ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ട ജിൻഡോയും പവർ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിനുമാണ്. ആളെണ്ണം കുറവുള്ളത് ടണൽ ടീമിലുള്ളത് അൻസിബയും ജാസ്മിനുമായിരുന്നു. ശ്രീരേഖ ഇപ്പോൾ പവർ ടീമിലാണുള്ളത്. ജാൻമണി എവിക്റ്റ് ആയപ്പോൾ ജാൻമണിയുടെ പവർ ശ്രീരേഖയ്ക്ക് ജാൻമണി തന്നെ കൈമാറുകയായിരുന്നു. പിന്നെ ഉണ്ടായത് ശ്രീധുവും. എന്തായാലും ആളെണ്ണം കുറവുള്ളത് കൊണ്ട് ഈ ടീമിലേക്കാണ് ജിൻഡോയും സിബിനും എത്തിയത്. ഇവർക്ക് നൽകിയിട്ടുള്ള ഡ്യൂട്ടി കുക്കിംഗ് ആണ്. കുക്കിംഗ് ടീമിന്റെ ക്യാപ്റ്റനായി ജിൻഡോയും തെരഞ്ഞെടുത്തു. വ്യക്തി ശുചിത്വമില്ലാത്ത ജാസ്മിനും. ഇതിനെതിരെ ജാസ്മിനോട് നിരന്തരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ജിൻഡോയും കൂടി കിച്ചണിൽ കിടന്ന് അടി കൂടുമോ? അപ്പോൾ പവർ റൂമിലുള്ള ഗബ്രി ജാസ്മിന്റെ തുണയ്ക്ക് എത്തുമോ എന്നൊക്കെയാണ് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ജിൻഡോയും സിബിനും അൻസിബയും കൂടി ഒറ്റ ഗ്രൂപ്പായി ജാസ്മിനെതിരെ പാര വെക്കുവാനാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകൾ. എന്നാൽ അത് നടക്കില്ല. സിബിൻ കളി നിർത്തി അൻസിബ ആസ് യൂഷ്വൽ ഒരു മൂലയ്ക്കാണ്. ജിൻഡോ ജാസ്മിൻ അടിയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പഴയ പ്രണയ നാടകം മാത്രമായിരിക്കും ഇനി നടക്കാൻ സാധ്യതയുള്ളൂ എന്നും ചിലർ വിലയിരുത്തുന്നു. അതേസമയം സിബിൻ ഇനി അവിടെ നിൽക്കില്ല എന്നും ആ ഒരു അവസ്ഥയിലാണ് സിബിൻ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഹൗസിൽ നിന്നും തന്നെ പുറത്തു പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഗ് ബോസിന് മുന്നിൽ സിബിൻ പൊട്ടിക്കരഞ്ഞിരുന്നു. ഒടുവിൽ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി സൈക്കോളജിസ്റ്റിന്റെ സഹായം നൽകാമെന്ന് ബിഗ് ബോസ് അറിയിച്ചെങ്കിലും സിബിൻ ഇതിന് വഴങ്ങിയില്ല. പിന്നാലെ നടന്ന നോമിനേഷൻ ടാസ്കിൽ സിബിൻ പങ്കെടുത്തില്ല. ഇതോടെ സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായോ എന്ന ആശങ്കയും ചില ആരാധകർക്കുണ്ടായിരുന്നു. തനിക്കിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ പേടിയാണെന്നും പുറത്തുവിടണമെന്നുമായിരുന്നു കൺഫെഷൻ റൂമിൽ വെച്ച് സിബിൻ പറഞ്ഞത്. ഇനിയും തുടരാൻ സാധിക്കില്ല. മുൻപ് താൻ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് തിരികെ വന്നത്. ഇനിയും അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ തനിക്ക് സാധിക്കില്ല എന്നും സിബിൻ ബിഗ് ബോസിനെ അറിയിച്ചിരുന്നു. ഇതോടെ ഇപ്പോൾ സിബിന് സംസാരിക്കാൻ ഒരാളുടെ സേവനം നൽകാമെന്നും ബിഗ് ബോസ് അറിയിച്ചു. എന്നാൽ തനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും താനിപ്പോൾ കരയുന്നത് പോലും ഒരു കോണ്ടന്റ് ആണെന്ന തരത്തിൽ ആളുകൾ വ്യാഖ്യാനിച്ചേക്കാമെന്നും സിബിൻ പറയുന്നുണ്ട്. പിന്നീട് ലൈവിലൊന്നും സിബിനെ കാണിച്ചതുമില്ല. ഇതോടെ സിബിൻ ക്വിറ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്ന വിലയിരുത്തലാണ് പ്രേക്ഷകർക്കുള്ളത്. അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് സിബിനെ എത്തിച്ചത് ബിഗ് ബോസ് തന്നെയാണെന്നാണ് പ്രേക്ഷകരുടെ വിമർശനം. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ മറ്റു പലരും കാണിച്ചിട്ടും അവരെ ഒന്നും വിമർശിക്കാതെ സിബിനെ മാത്രം വിമർശിച്ചതിനെതിരെയാണ് പ്രേക്ഷകർ പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിനാടകീയമായ സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.